വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് ക്ലാസ് 9 ഇംഗ്ലീഷ് എക്സാമാണ് നാളെ. അപ്പം കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞ് സാറേ ഈ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വീഡിയോ ആക്കി തരാമോ എന്ന്. അതിന് അവർക്ക് വേണ്ടിയുള്ള ഒരു ഔട്ട്പുട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, കുറേ ക്വസ്റ്റ്യൻസും കുറേ ആൻസേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാനിതാ തുറന്നു തരികയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രീസിയേഷൻ ഓഫ് ദ പോയം വാക്ക് എലോൺ. എന്താണ് വാക്ക് എലോൺ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പോയമായ ആ ഒരു പോയം നമ്മൾ 9 പഠിച്ച പോയമാണ്. ആ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതുക. മാക്സിമം ഞാനൊരു ഷോർട്ട് അപ്രീസിയേഷനാണ് തന്നിരിക്കുന്നത്. അപ്രീസിയേഷൻ മാക്സിമം നോക്കുക. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് ലെങ്തി ആക്കിയുള്ള അപ്രീസിയേഷൻ എഴുതാത്തത്. മാക്സിമം ചെറിയൊരു അപ്രീസിയേഷനാണ്. ആ അപ്രീസിയേഷൻ നിങ്ങൾ വായിച്ചിട്ട് ഓൺ സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്നവർക്ക്, കുറച്ചും കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ ഞാനിത് വായിക്കാം, അത് പഠിച്ചോണം. അപ്രീസിയേഷൻ ഓഫ് ദ പോയം വാക്ക് എലോൺ. കഴിഞ്ഞ 9ാം ക്ലാസ്സിൻ്റെ എക്സാമിന് സക്സസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ സക്സസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നല്ലൊരു ചാൻസ് വാക്ക് എലോൺ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കാനായിരിക്കും. വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്രീസിയേഷൻ തന്നെയായിരിക്കാം ഇത് ചോദിക്കാൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്രീസിയേഷൻ ഓഫ് ദ പോയം വാക്ക് എലോൺ. ദ പോയം വാക്ക് എലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ഗീവ്സ് എ സ്ട്രോങ് മെസ്സേജ് ഓഫ് കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. In this poem, the poet advises us to move forward bravely even if no one supports us. He encourages us not to fear loneliness and to follow the path of truth and righteousness. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിൽ പറയുന്നത് വാക്ക് എലോൺ, നമ്മൾ നമ്മൾ സ്വയമേ മുന്നേറുക, അല്ലെങ്കിൽ സ്വയമേ നടന്നു പോവുക. നമ്മുടെ കൂടെ ആരും ഉണ്ടാകുമെന്നില്ല. നമ്മൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസോട് കൂടി, നമ്മുടെ കറേജ്, നമ്മുടെ ധൈര്യത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളൊരു തീമുള്ളൊരു പോയമാണ്. നമുക്ക് നമ്മുടെ പോയറ്റ് നമുക്ക് അഡ്വൈസ് ചെയ്ത് തരുവാണ്, നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ബ്രേവായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ പോകുന്ന വഴിയിൽ നോ വൺ സപ്പോർട്ടേഴ്സ്, നമ്മളെ സഹായിക്കാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടാകണം എന്നില്ല. എന്നാലും നമ്മൾ നമ്മുടെ പേടിയും നമ്മുടെ ഒറ്റപ്പെടലും ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ധൈര്യത്തോടെ എന്ത് ചെയ്യുക, സത്യത്തിൻ്റെ പാതയിൽ, ട്രൂത്തിൻ്റെ പാത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നേറുക എന്നതാണ് പറയുന്നത്. The language of the poem is simple and powerful. It inspires readers to be independent, determined and morally strong. ഈ ഒരു പോയത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ട് നല്ല പവർഫുൾ തീമോട് കൂടിയാണ് നമ്മുടെ പോയറ്റായ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇൻസ്പയർസ് റീഡർ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ഡിറ്റർമൈൻഡ്. ഇത് ഈ വായിക്കുന്ന വായനക്കാരിലേക്ക്, അവർക്ക് അവരുടെ മൈൻഡിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻസ്, അതുപോലെ നമുക്ക് സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോയമാണിത്. ആൻഡ് മോറലി സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഗുണപാഠം നമുക്ക് നൽകുന്നതാണ്. ദ പോയം ടീച്ച്സ് ദാറ്റ് വൺ പേഴ്സൺ വിത്ത് കറേജ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ധൈര്യത്തോടു കൂടി ഏതൊരു വ്യക്തിയും മുന്നേറുകയാണെങ്കിൽ ഏത് പ്രശ്നത്തെയും ഏത് കാര്യങ്ങളെയും നമുക്ക് നിഷ്പ്രയാസം എന്ത് ചെയ്യാം, തരണം ചെയ്യാമെന്നാണ് ഈ പോയത്തിൻ്റെ ഒരു സമ്മറി. വാക്ക് എലോൺ ഈസ് എ മോട്ടിവേഷണൽ പോയം ദാറ്റ് എൻകറേജസ് കോൺഫിഡൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. ഇത് ഞാനൊരു ഓവറോൾ ഐഡിയ വെച്ചിട്ട് ചെറിയൊരു അപ്രീസിയേഷനാണ് എഴുതിയിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് ഇത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റ്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എക്സ്ട്രാ കുറച്ചും കൂടെ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് പോയം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമുക്ക് ബെഥനി ഹാമിൽട്ടനും അദ്ദേഹത്തിൻ്റെ ഫാദറും തമ്മിലുള്ളൊരു കോൺവെർസേഷന് തന്നിട്ടുണ്ട്. അത് മാക്സിമം നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബെഥനിയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ. നോക്കിക്കേ, ഇങ്ങനൊരു കോൺവെർസേഷൻ തരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമുക്ക് ഒന്നാമത്തെ ആൻസറൊക്കെ നമുക്ക് ഡാഷ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് വരിയിൽ നിന്ന് വേണം നമ്മുടെ ഫസ്റ്റ് ലൈനിലോട്ട് പോകാൻ. സെക്കൻഡ് ചോദിച്ചിരിക്കുന്ന ആരാണ്, ഫാദർ ചോദിച്ചിരിക്കുകയാണ്. ദ ഡോക്ടർ സെഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഫൈൻ സൂൺ. ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ എന്തിന് പോകാനല്ലോ, നീ ഇപ്പം അത്യാവശ്യം നല്ല ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മുടെ ബെഥനി എന്തായിരിക്കും ചോദിക്കുന്നത്, വിൽ ഐ ബി ഓൾ റൈറ്റ് ഫാദർ? അച്ഛാ ഞാൻ ഓക്കെ ആയോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് അച്ഛൻ എന്ത് മറുപടി പറയുന്നത്, ഓക്കെ മോളെ നീ ഓക്കെ ആയി, ഡോക്ടർ പറഞ്ഞു നീ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നു എന്നുള്ളത്
അച്ഛൻ പറയുന്നത്. അപ്പോൾ ബദനി ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, അത് നമുക്ക് ചോദ്യമായിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് വരി ചോദ്യം, നെക്സ്റ്റ് വരി ആൻസർ, തേർഡ് വരി ചോദ്യം, ഫോർത്ത് വരി ആൻസർ, അങ്ങനെയാണ് കോൺവെർസേഷൻ. അപ്പം ദ ഡോക്ടർ സെഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഫൈൻ സൂൺ. വളരെ പെട്ടെന്ന് തന്നെ നീ വളരെ ഇതായിട്ട് തന്നെ നീ എന്ത് ചെയ്യുന്നു, നന്നായി വരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം എന്ത് ചോദ്യം ചോദിച്ചപ്പോൾ ബദനി ഏത് ചോദ്യം ചോദിച്ചപ്പോൾ അത് വിൽ ഐ ബി ഓൾ റൈറ്റ് ഫാദർ. ഇനിയും നാലാമത്തെ വരിയിൽ ഫാദർ പറയുന്നു നോക്കിയേ, യെസ് യു വിൽ ബി ഏബിൾ ടു സർഫ് അഗെയിൻ. എന്താണ്, നിനക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, ഇനി സർഫിന് പോകാം. അപ്പോൾ എന്തായിരിക്കും ബദനി ചോദിക്കുന്നത്, വിൽ ഐ ബി ഏബിൾ ടു സർഫ് അഗെയിൻ, എനിക്കിനി സർഫിന് പോകാൻ സാധിക്കുമോ അച്ഛാ? അപ്പം അച്ഛൻ പറയുന്ന മറുപടിയാണ് എന്ത്, യെസ് യു വിൽ ബി ഏബിൾ ടു സർഫ് അഗെയിൻ. യു ആർ എ ബ്രേവ് ഗേൾ, നീ ഒരു നല്ല ധൈര്യശാലിയായ നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷേ യു ആർ എ ബ്രേവ് ഗേൾ കഴിഞ്ഞിട്ടൊരു ഡാഷ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ ടാഗ് മെത്തേഡാണ്, നമ്മുടെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് യു ആർ എ ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞ സെൻറ്റൻസ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. അതൊരു നല്ല സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മളത് ക്വസ്റ്റ്യൻ ടാഗിലോട്ട് ആക്കുമ്പോൾ നമ്മൾ അതിനെ എന്താക്കണം, നെഗറ്റീവ് ആക്കണം. നിങ്ങൾക്കൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. യു ആർ എ ബ്രേവ് ഗേൾ, അപ്പോൾ സെക്കൻഡ് ലെറ്റർ എന്താണ്, അവിടെ ആർ അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ നെഗറ്റീവ് എടുക്കുക. ആറിൻ്റെ നെഗറ്റീവ് എന്തുവാ, ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ആറിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആറെൻറ്റ്. പിന്നെ ആരോട് അത് പറയുന്നത്, യു, നിന്നോടാണ്. അപ്പോൾ ആറെൻറ്റ് യു ക്വസ്റ്റ്യൻ മാർക്ക്, മനസ്സിലായല്ലോ. അപ്പോൾ യെസ് യു വിൽ ബി ഏബിൾ ടു സർഫ് അഗെയിൻ, യു ആർ എ ബ്രേവ് ഗേൾ ഡാഷ് എന്ന് തരുകയാണെങ്കിൽ നമ്മുടെ ആറ് നോക്കുക, ആറിൻ്റെ നെഗറ്റീവ് എടുക്കുക, ആറെൻറ്റ് യു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നെക്സ്റ്റ് ബദനി ചോദിക്കുകയാണ്, ഇഫ് യു ഹെൽപ്പ് മീ ഡാഷ്. അവിടെ ഇഫ് യു ഹെൽപ്പ് മീ ഡാഷ്, അച്ഛൻ എന്നെ സഹായിക്കുമോ എന്നിട്ടൊരു ഡാഷ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ ഡയലോഗ് നോക്കിയാൽ, എസ് ഡിയർ ഐ ആം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ബാക്ക് ഓൺ ദ സർഫിംഗ് ബോർഡ് സൂൺ. നീ വളരെ പെട്ടെന്ന് തന്നെ നീ എന്ത് ചെയ്യും, ഇനി സർഫിങ്ങിലേക്ക് പോകും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അച്ഛനോട് അപ്പം എന്തായിരിക്കും ബദനി പറയുന്നത്, എന്തായിരിക്കും, ഇഫ് യു ഹെൽപ്പ് മീ, എന്താണ്, അച്ഛൻ എന്നെ സഹായിച്ചാൽ ഐ വിൽ ട്രൈ അഗെയിൻ, ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇനിയും മാക്സിമം അതിനു വേണ്ടി ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് ബദനി ഹാമിൽട്ടൺ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വേണമെങ്കിൽ അല്ലാത്ത രീതിയിലും ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലും ചോദിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം. നെക്സ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് വേർഡ്സ് ഗീവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മുടെ ഡബ്ബാവാലാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇതാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഒന്നുമില്ല, ഒരു 2 മാർക്ക് ചോദ്യം. ആ സെൻറ്റൻസ് വായിച്ചിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സിൽ കറക്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അതാണ്, നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഒരു കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് മാർക്ക് ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദ ഡബ്ബാവാലാസ് ഡാഷ് റൈറ്റ് ആൽഫാ ന്യൂമറിക് കോഡ്സ് ഓൺ ദ ഡബ്ബാസ് ടു എൻഷുർ ദേ ഡോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഈ ഡബ്ബാവാലാസ് എന്താണ്, ഓരോ പ്രത്യേക തരത്തിലുള്ള കോഡുകൾ ഉപയോഗിച്ചാണ് ആ ഡപ്പയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്ന ആയതുകൊണ്ട് അത് മിക്സ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആൽഫാ ന്യൂമറിക് കോഡ്സ് എഴുതിയിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ എഴുതിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഏതാണ്, റൈറ്റ് WRITE റൈറ്റ് ആണോ, RIGHT റൈറ്റ് ആണോ? നമുക്കറിയാം ഏതാണ്, WRITE റൈറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ ഏതാണ്, റൈറ്റ്. ദേ ആൾസോ എൻഷുർ ദാറ്റ് ദേ നെവർ ഡാഷ് ദെയർ കോഡ് ഓഫ് കണ്ടക്ട് വൈൽ ഓൺ ഡ്യൂട്ടി. അപ്പോൾ അവിടെ നമുക്കത് നിർത്താൻ പറ്റത്തില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് BRAKE ബ്രേക്ക് ആണോ, BREAK ബ്രേക്ക് ആണോ? ഏതാണ് എൻ്റെ ആൻസർ, BREAK ബ്രേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 2 മാർക്ക് ചോദ്യമാണ് അത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതൊക്കെ ചിലത് ഗ്രാമർ പോർഷനിൽ നിന്നുണ്ട്, ചിലത് നമ്മുടെ ഡിസ്കോഴ്സസും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, pick out the noun phrase in the subject position and the verb phrase. noun phraseും എന്താണ്, noun phraseൽ നിന്ന് സബ്ജക്റ്റ് പൊസിഷനും verb phrase, അതായത് noun phraseും എന്താണ് verb phraseും കണ്ടുപിടിക്കുക ഒരു സെന്റൻസ് തന്നാൽ. നോക്കിക്കേ, the trust recognizes Indian women who fight social injustice. എന്താണ് അവിടെ ദാറ്റ് ട്രസ്റ്റ് എപ്പോഴും നിങ്ങൾക്കൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നോൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു 90% നോൺ ഫ്രേസും വെർബ് ഫ്രേസിലെ ഫസ്റ്റ് ഒരു വാക്ക് ദ ട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എന്തായിരിക്കും, നോൺ ഫ്രേസ് ആയിരിക്കും. ബാക്കിയുള്ള സെൻറ്റൻസ് മൊത്തം എന്തായിരിക്കും, വെർബ് ഫ്രേസ് ആയിരിക്കും. അപ്പോൾ ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വുമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് എന്നുള്ളതിൻ്റെ ദ ട്രസ്റ്റ് എന്താണ് അവിടുത്തെ നോൺ ഫ്രേസ്, മീൻസ് അവിടുത്തെ സബ്ജക്റ്റ് അതാണ് നോൺ ഫ്രേസ്. ആ സബ്ജക്റ്റ് ദ ട്രസ്റ്റ് എന്നുള്ളതാണ്. ബാക്കി സെൻറ്റൻസ്
നോക്കിക്കേ, റെക്കഗ്നൈസസ് ഇന്ത്യൻ വുമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതെന്താണ്? അവിടുത്തെ വെർബ് ഫ്രേസ് ആണ്. ഇനി അടുത്ത രണ്ടാമതൊരു ചോദ്യം. മൈ വോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ മുഴുവൻ ഫാമിലിയും എൻ്റെ പിന്നിൽ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഴുവൻ ഫാമിലി എന്നുള്ളതാണ് അവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. അപ്പോൾ അതാണ് അവിടുത്തെ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് അല്ലെ സബ്ജക്റ്റ് ഏതാണ്? മൈ ഹോൾ ഫാമിലി. അപ്പോൾ അവിടുത്തെ വെർബ് ഫ്രേസ് എന്തായിരിക്കും? സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 മാർക്ക് ചോദ്യമാണ്. ഈ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും വിട്ട് കളയരുത്, 2 മാർക്ക് ചോദ്യമാണ്. നെക്സ്റ്റ് നമുക്കൊരു ഡിസ്കോഴ്സിലേക്ക് പോകാം. ബെഥനി ഹാമിൽട്ടൺസ് ഓട്ടോബയോഗ്രഫി റിവീൽസ് ഹെർ റീസൈലന്റ് സ്പിരിറ്റ്. ഹെർ സർവൈവൽ സ്റ്റോറി ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. അല്ലേ, നമുക്ക് നൽകാൻ പറ്റുന്ന, നമ്മളിലേക്ക് നൽകാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അവരുടെ ആ ഒരു അതിജീവനത്തിൻ്റെ കഥ. യുവർ സ്കൂൾ ഹാസ് decided to honor her for her unwavering determination and refusal to give up in the face of adversity. Draft a notice informing the public about the event. നമ്മൾ എന്ത് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? അവരെ ബെഥനി ഹാമിൽട്ടനെ ഹോണറിങ് ചെയ്തുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 4 മാർക്ക് 5 മാർക്ക് ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നോട്ടീസാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നോട്ടീസ് എന്ന് എഴുതുക, നമ്മളൊരു സ്കൂളിൻ്റെ പേര് എഴുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ തന്നെ എഴുതാം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തേക്കുക, ABC പബ്ലിക് ഹൈസ്കൂൾ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് കൊടുക്കുക. ഞാനിപ്പോൾ വെറുതെ ഒരു ട്രിവാൻഡ്രം എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹോണറിങ് ബെഥനി ഹാമിൽട്ടൺ. ബെഥനി ഹാമിൽട്ടനെ എന്ത് ചെയ്യാനാണ്? ഹോണർ ചെയ്യാനാണ്. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്നിട്ട് എന്ത് കൊടുത്തേക്കുക? ഡിയേഴ്സ് എന്ന് കൊടുത്തു, സല്യൂട്ടേഷനൊക്കെ കൊടുത്തു, കോമ കൊടുത്തു. എന്താണ്? ഓൾ ആർ ഇൻഫോംഡ് ദാറ്റ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ പ്രോഗ്രാം ടു ഹോണർ ബെഥനി ഹാമിൽട്ടൺ ഫോർ ഹെർ അൺവേവറിങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറി. അവരുടെ ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറിയും അവരുടെ ആ ഒരു പ്രയത്നമൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെ അവരുടെ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് അവരെ ഒരു എന്താണ് അനുമോദന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ സ്കൂള് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് തൊട്ട് താഴെ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ സപ്പോസ് ഒരു ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് 15th January 2026. ടൈം എന്ന് പറഞ്ഞാൽ എന്താ സമയമാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കുക. ഞാനിപ്പോൾ 10 AM എന്ന് കൊടുത്തിരിക്കുകയാണ്. വെന്യൂ മീൻസ് പ്ലേസ് എന്നാണ് എൻ്റെ അർത്ഥം. എവിടെ വെച്ചാൽ നമുക്ക് സ്കൂളിൽ വെച്ചാണെങ്കിൽ നമ്മൾ ഒരു സ്കൂളിലെ ഫംഗ്ഷനൊക്കെ മിക്കതും നടക്കുന്നത് എവിടെ വെച്ചായിരിക്കും? സ്കൂൾ ഓഡിറ്റോറിയം. എന്നിട്ട് എൻ്റെ താഴെ എഴുതേണ്ടത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് ദ പബ്ലിക് ആർ കോർഡിലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ പ്രോഗ്രാം. എന്താണ്? ഇവിടുത്തെ ടീച്ചേഴ്സിനെ ആയാലും നമ്മുടെ എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ ആയാലും നമ്മുടെ പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രദേശത്തുള്ള എല്ലാവരെയും സസ്വാഗതം എന്ത് ചെയ്യുകയാണ്? ഈ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കോർഡിലി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇൻവൈറ്റഡ് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആൻഡ് ഡ്രോ ഇൻസ്പിറേഷൻ ഫോർ ഹർ റീസൈലൻറ്റ് സ്പിരിറ്റ്. എന്നിട്ട് അവരുടെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോട്ടീസ് ഇതാവുമ്പം ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ അവരുടെ ഒരു പ്രസംഗമൊക്കെ കാണത്തില്ലേ? അപ്പോൾ അവരിൽ നിന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുമെന്ന ഒരിതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം SD എഴുതിയിട്ടൊരു സ്ലാഷ് ഇട്ട് വര കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? SD/വര എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? നമ്മുടെ സിഗ്നേച്ചറാണ്. നെക്സ്റ്റ് എന്താണ്? സെക്രട്ടറി. പിന്നെന്താണ്? സ്കൂൾ ലിറ്റററി ക്ലബ്ബ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു നോട്ടീസ് ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു നോട്ടീസിൻ്റെ സ്ട്രക്ചർ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. ഈ ഒരു മോഡൽ ചോദ്യം നമുക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഈ ഒരു പാരഗ്രാഫ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് അവിടെ നമുക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാരഗ്രാഫ് ആയിരിക്കും തരുന്നത്. ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു 5 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ഓക്കെ, 5 മാർക്ക് ചോദ്യമാണ്. ഞാൻ ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഫ്ലൈറ്റ് നോസ്ഡ് ഇൻ ടു എ ക്ലൗഡ് ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദ ടർബുലൻസ് ഔട്ട്സൈഡ്. എ peculiar silence crept among the passengers, most of whom were young men seeking the myriad hues of green pastures of Kerala, where it seems everything was in the abundance but a labor force and rain. The plane rocked some more, and some were behind me. A child wailed in fright.
an elderly couple alongside who had been chatting incessantly was finally quiet. ഇപ്പോൾ ഇങ്ങനൊരു പാരഗ്രാഫ് തന്നേക്കുവാണ്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 5 ചോദ്യങ്ങൾ, ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു 5 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് വായിക്കാതെ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻഡ് വെൻ ദ ഫ്ലൈറ്റ് എൻറ്റേർഡ് ദ ക്ലൗഡ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം, വാട്ട് ഹാപ്പൻഡ് വെൻ ദ ഫ്ലൈറ്റ് എൻറ്റേർഡ് ദ ക്ലൗഡ്. സെക്കൻഡ് ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് സൈലൻസ് സ്പ്രെഡ് എമംഗ് ദ പാസഞ്ചേഴ്സ്. What kind of silence spread among the passengers? Third ചോദ്യം, who were most of the passengers on the flight. ആ ഫ്ലൈറ്റിനകത്ത് കൂടുതലുമുള്ള പാസഞ്ചേഴ്സ് ആരൊക്കെയാണ്? വാട്ട് സൗണ്ട് വാസ് ഹേർഡ് ഫ്രം ദ ബിഹൈൻഡ് ദ നറേറ്റർ. എന്താണ് അടുത്ത ചോദ്യം? വാട്ട് സൗണ്ട് വാസ് ഹേർഡ് ഫ്രം ബിഹൈൻഡ് ദ നറേറ്റർ. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ എൽഡർലി കപ്പിൾ റിയാക്ട് ഡ്യൂറിങ് ദ ടർബുലൻസ്. ടർബുലൻസിൻ്റെ മീനിങ് ഞാൻ ജസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു വിമാനത്തിനുണ്ടായ ഒരു ഷേക്ക്, ഒരു കുലുക്കം. ആ കുലുക്കം സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപ്പിൾ, എൽഡർലി കപ്പിൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. ചോദിക്കാൻ, ഈ മോഡലിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഒരു 7 മാർക്ക്, 7ാമത്തെ ചോദ്യം ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഒരു ലെറ്റർ 6 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആസ് എ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഓഫ് ദ മുംബൈ ദബ്ബാവാലാസ് യു ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ സെക്രട്ടറി ഓഫ് ദ ദബ്ബാവാലാസ് association expressing your heartfelt appreciation for their remarkable efficiency and dependable service. Draft a letter acknowledging their dedication and the positive impact of their work on your daily life. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് നമ്മൾക്ക്, എന്താണ് ഈ പറഞ്ഞ ദബ്ബാവാലാസ് എന്ത് ചെയ്തിരുന്നു? സാധനങ്ങൾ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അവരെ എന്താണ് അവരുടെ ആ ഒരു നമ്മളിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് 5 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കത്തില്ലേ? അതേപോലെ നമ്മൾ അവരെ എന്ത് ചെയ്യുക, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ ദബ്ബാവാലാസിൻ്റെ അസോസിയേഷൻ സെക്രട്ടറിക്ക് ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. മീൻസ് അവരുടെ നല്ല വശങ്ങൾ എഴുതിക്കൊണ്ട് അവരുടെ ജോലിയെ പ്രശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് നമ്മുടെ ചോദ്യം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലെറ്റർ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറയാം. ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം ഫ്രമും ടൂവും വെക്കണം, സബ്ജക്റ്റും വെക്കണം. ലെറ്റർ എഴുതുന്നതിന് ഒരു മോഡലിന് വരെ മാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രം ഞാൻ ഒരാളുടെ പേര് കൊടുത്തിരിക്കുകയാണ്, അരുൺ. സ്ഥലം ജസ്റ്റ് മുംബൈ. ടു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി, മുംബൈ ദബ്ബാവാല അസോസിയേഷൻ മുംബൈ. സബ്ജക്റ്റ് എന്താണ്? അപ്രീസിയേഷൻ ഓഫ് യുവർ റിമാർക്കബിൾ സർവീസ്. നിങ്ങളുടെ ഒരു നല്ല സർവീസിനെ ഞങ്ങൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ലെറ്റർ എഴുതുകയാണ്. അതാണ് അവിടുത്തെ സബ്ജക്റ്റ്, അപ്രീസിയേഷൻ ഓഫ് യുവർ റിമാർക്കബിൾ സർവീസ്. ഇനി എന്ത് കൊടുക്കുക? ഡിയർ സാർ. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഡിയർ സാർ എന്ന് എഴുതാം, റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതാം. റെസ്പെക്റ്റഡ് ഒക്കെ ആണെന്ന് അത്രയും അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡിയർ എന്ന് കൊടുത്താൽ മതി, ഇത്രയും പ്രിയപ്പെട്ട സാറിന് എന്നുള്ള രീതിയിൽ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ആസ് എ ഹൈലി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഓഫ് ദ മുംബൈ ദബ്ബാവാലാസ്. ഞാൻ ഈ ലെറ്റർ എഴുതാൻ തന്നെ ഒരു പ്രധാന കാരണം ഞാൻ ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈഡ് ആയ ഒരു കസ്റ്റമറാണ്. കാരണം എന്താണ്, നിങ്ങളുടെ മുംബൈ ദബ്ബാവാലാസിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് ലഭിച്ചിരുന്നത്. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഹാർട്ട് ഫെൽറ്റ് അപ്രീസിയേഷൻ ഫോർ യുവർ റിമാർക്കബിൾ എഫിഷ്യൻസി ആൻഡ് ഡിപ്പെൻഡബിൾ സർവീസ്. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുകയാണ്, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിനെ. യുവർ പഞ്ച്വൽ ഡെലിവറി, ഡിസിപ്ലിൻ ആൻഡ് എറർ ഫ്രീ സിസ്റ്റം ആർ ട്രൂലി അഡ്മിറബിൾ. എന്താണ് നിങ്ങളുടെ കൃത്യനിഷ്ഠത, നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ യാതൊരു തെറ്റുമില്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എല്ലാം ഞാൻ അഡ്മയർ ചെയ്യുന്നു, നിങ്ങളെ ഞാൻ അത്രമാത്രം എന്താണ് സ്മരിക്കുന്നു. ഡിസ്പൈറ്റ് ഹെവി ട്രാഫിക് ലൈറ്റ് ആൻഡ് ഹാർഷ് വെതർ യുവർ മെമ്പേഴ്സ് ഡെലിവർ ലഞ്ച് ബോക്സസ് ഓൺ ദ ടൈം എവരി ഡേ. നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റുന്ന നല്ലൊരു സെൻറ്റൻസ് അത് കേട്ടോ. എന്താണ് ട്രാഫിക് ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് പ്രശ്നമുണ്ടായാലും എന്താണ് ഭയങ്കരമായ മഴയോ അല്ലെങ്കിൽ ഭയങ്കരമായ വെയിലോ ഉണ്ടായാലും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ ഓരോ മെമ്പേഴ്സും അത്രമാത്രം എഫോർട്ട് എടുത്ത് ലഞ്ച് ബോക്സുകൾ കൃത്യസമയത്ത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് എത്തിച്ചു തരുന്നു. ദിസ് റിലയബിൾ സർവീസ് ഹാസ് മെയ്ഡ് മൈ ഡെയിലി റുട്ടീൻ സ്ട്രെസ് ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. എൻ്റെ എന്നുവെച്ചാൽ ഈ പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ സ്ട്രെസ്സ്, അവരുടെ ഒരു റുട്ടീൻ, ആ ഒരു പ്രശ്നം കാരണമാണ് ഇവരെന്ത് ചെയ്യാത്തത്, ഈ ഓഫീസേഴ്സ് ഫുഡ് കൊണ്ടുപോകാത്തത്.
എന്നുള്ളത്. അപ്പോൾ ആ ഫുഡ് കൊണ്ടുപോകാൻ ആരാണ് ബാധിച്ചത്? ഈ പറഞ്ഞ ഡബ്ബാവാലാസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നിങ്ങളുടെ ഈ സർവീസ് കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. യുവർ ഡെഡിക്കേഷൻ, ഹോണസ്റ്റി ആൻഡ് ടീം വർക്ക് സെറ്റ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ അതേഴ്സ്. നിങ്ങൾ തമ്മിലുള്ള ഒരു ടീം വർക്കും നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ഡെഡിക്കേഷനും ഒക്കെ ഇതിന് വളരെ വളരെ എക്സാമ്പിളാണ്. ഇത് ഞങ്ങൾക്ക് അത്രമാത്രം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഐ സിൻസിയർലി താങ്ക് ദ എൻറ്റയർ ഡബ്ബാവാല ടീം ഫോർ ദെയർ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഓരോ ടീമിനോടും ഓരോ ടീം മെമ്പേഴ്സിനോടും ഞാൻ എന്ത് ചെയ്യുകയാണ്? സിൻസിയറായിട്ട് താങ്ക് യു പറയുകയാണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അരുൺ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ആക്കിയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. നിർബന്ധമായിട്ടും അതെന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. 8ാമത്തെ ചോദ്യം നോക്കിക്കേ. ബെഥനി ഹാമിൽട്ടൺസ് ഷാർക്ക് അറ്റാക്ക് ഡോമിനേറ്റഡ് ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ദ ഫോളോയിങ് ഡേയ്സ്. കുറേ ദിവസമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ന്യൂസ് പേപ്പർ, നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറിനകത്ത് വരുന്നൊരു കാര്യമാണ് ബെഥനി ഹാമിൽട്ടനെ ഷാർക്ക് അറ്റാക്ക് ചെയ്തത്. ഇമാജിൻ യു ആർ എ റിപ്പോർട്ടർ കവറിംഗ് ദ സ്റ്റോറി. ഡ്രാഫ്റ്റ് എ ഡീറ്റെയിൽഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ക്യാപ്ചറിംഗ് ദ ഇൻസിഡൻറ്റ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്. നല്ലൊരു ചോദ്യം. അവരുടെ അവർക്ക് ആ ഷാർക്കിൻ്റെ കടിയേറ്റ ആ ഒരു ദിവസം മുതൽ പിന്നെ അവർ തരണം ചെയ്ത അത്രയും നാളത്തെ ഒരു കാര്യം, പിന്നെ അറ്റ് ദ പ്രസൻറ്റ് വരെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത്, മീൻസ് ഇപ്പം ഇന്ന് ന്യൂസ് അച്ചടിക്കുകയാണെങ്കിൽ തലേന്ന് വരെയുള്ള സംഭവങ്ങൾ ബേസ് ചെയ്ത് അവരുടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിനൊരു ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ടീൻ സർഫർ ഷോസ് റിമാർക്കബിൾ കറേജ് ആഫ്റ്റർ ഷാർക്ക് അറ്റാക്ക്. ഷാർക്ക് അറ്റാക്കിന് ശേഷവും നമ്മുടെ പെൺകുട്ടി നല്ല കരുത്തോടെ എന്ത് ചെയ്യുകയാണ്? മുന്നേറി. ഇവിടെ ഞാൻ പൂനെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പൂനെ എന്ന് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ കവായി എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. കവായി അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ പൂനെ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ടോയെന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പൂനെ എന്ന് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പേരാണോ അത് ഇവിടെ കൊടുക്കാം കേട്ടോ. എ ഷോക്കിംഗ് ഷാർക്ക് അറ്റാക്ക് എ ടീനേജ് സർഫർ. നമുക്കറിയാം അവർക്കൊരു ടീനേജ് ഏജുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലേ. അവളുടെ പേരെന്താണ്? ബെഥനി ഹാമിൽട്ടൺ ഡോമിനേറ്റഡ് ഹെഡ്ലൈൻസ് എസ്റ്റർഡേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ടീനേജ് വയസ്സുള്ള ബെഥനി ഹാമിൽട്ടൺ ആയിരുന്നു ഷാർക്കിൻ്റെ അറ്റാക്ക് മൂലം അനുഭവിച്ച ദുരിതങ്ങളെ പറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് പേപ്പറിൽ നമ്മൾ കണ്ടത്. The incident occurred early morning while she was surfing near Kauai beach. കണ്ടോ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ടടുത്ത മുമ്പത്തെ ഏതോ ഒരു ദിവസമാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കവായ് ബീച്ചിൽ നടന്നത്. ഇവൾ സർഫിങ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഷാർക്ക് അവളുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്തത്? ലെഫ്റ്റ് ആം മൊത്തത്തിൽ കടിച്ചുകൊണ്ട് പോയത്. ബെഥനി വാസ് അറ്റാക്ക്ഡ് ബൈ എ ഷാർക്ക് ദാറ്റ് ബിറ്റ് ഓഫ് ഹർ ലെഫ്റ്റ് ആം. ഡിസ്പൈറ്റ് ദ സിവിയർ ഇഞ്ചുറി ഷീ ഷോഡ് എക്സ്ട്രാ ഓർഡിനറി പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് വാസ് റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. അവളുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം കാരണമാണ് ഇത്രയും വലിയൊരു ഇഞ്ചുറി, അവളുടെ ഒരു ലെഫ്റ്റ് ആം ഫുള്ള് പോയിട്ടും വളരെ പെട്ടെന്ന് തന്നെ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്തു? വിടവാങ്ങി. മീൻസ് അവൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവളുടെ മനസ്സിൻ്റെ കരുത്ത് കാരണം അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്തു. ഡോക്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഹർ സർവൈവൽ ആസ് എ മിറാക്കുലസ്. അവളുടെ ഒരു സർവൈവൽ ഡോക്ടറിന് പോലും ഉറപ്പില്ലായിരുന്നു ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്നാൽ ആ ഡോക്ടറിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ടാണ് ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. What impressed the world was Bethany's courage and determination. Just weeks after the incident, വളരെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇൻസിഡൻറ്റിന് ശേഷം she expressed her strong desire. അവളുടെ ആഗ്രഹം തുറന്ന് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എക്സ്പ്രസ് ചെയ്തു. to return to surfing. ഇതിലേക്ക് തിരിച്ചു പോകുമെന്ന്, സർഫിങ്ങിലേക്ക് തിരിച്ചു പോകുമെന്ന്. Her positive attitude has inspired millions across the world. അവളുടെ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഈ ലോകം മുഴുവൻ എന്ത് ചെയ്തു? കൈയടിച്ചു. എന്നുവെച്ചാൽ അവൾ ഇതിലോട്ട് തന്നെ വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. The incident stands as a powerful example of courage, hope and resilience in the face of adversity. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ചോദ്യമാണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെ ആണ്. നെക്സ്റ്റ് ചോദ്യം നമ്മുടെ നീരജ ബാനറ്റിൻ്റെ
എന്താണ് ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം അതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീരജ ബാനറ്റ്. നോക്കിക്കേ, നീരജ ബാനറ്റ് വാസ് എ സിംബൽ ഓഫ് കറേജ്. നമ്മുടെ ഈ പറഞ്ഞ എന്തായിരുന്നു ബെഥനി ഹാമിൽട്ടൻ്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നീരജ ബാനറ്റ്. അപ്പം നീരജ ബാനറ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെ ധൈര്യശാലിയായ അതോ അതിന് ശേഷമുള്ള ചാപ്റ്ററാണോ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു യൂണിറ്റിൽ തന്നെയാണ് കേട്ടോ. നീരജ ബാനറ്റ് വാസ് എ സിംബൽ ഓഫ് കറേജ് ആൻഡ് സെൽഫിഷ്നെസ് ആൻഡ് ഡ്യൂട്ടിയിലായാലും എന്താണ് സ്വപ്രയത്നത്താലും നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഉദാഹരണമാണ് നീരജ ബാനറ്റ്. ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, അവൾ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. ഷീ ഷോഡ് എക്സ്പെക്ഷണൽ ബ്രേവറി ഡ്യൂറിങ് എ ഹിജാക്കിംഗ് ഇൻസിഡൻറ്റ്. അതിലൊരു ഹിജാക്കിംഗ് ഇൻസിഡൻറ്റ് വന്നപ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാരെയും രക്ഷിച്ചത് അവൾ ഭയങ്കര ബ്രേവറിയും നല്ല ധൈര്യത്തോടെ ഒരു പ്രശ്നത്തെ നേരിടാൻ ശ്രമിച്ചത് കൊണ്ടാണ്. നീരജ റിമൈൻഡ് കാം അണ്ടർ എക്സ്ട്രീം ഡേഞ്ചർ ആൻഡ് ഹെൽപ്ഡ് പാസഞ്ചേഴ്സ് എസ്കേപ്ഡ് ബൈ ഗൈഡിങ് ദം സേഫ്ലി. നീരജ എന്താണ് ഭയങ്കര കാമായി നിന്നുകൊണ്ട് അത്രയും എക്സ്ട്രീമായിട്ടുള്ളൊരു പ്രശ്നത്തെ എന്താണ് തരണം ചെയ്ത് ബാക്കി പാസഞ്ചേഴ്സിനെ എല്ലാം ഹെൽപ്പ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്തു, ആ ഫ്ലൈറ്റിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഷീ ചോസ് ടു പ്രൊട്ടക്റ്റ് അതേഴ്സ്. അവൾക്ക് വേണമെങ്കിൽ സ്വയമേ അവൾ ആദ്യം എന്ത് ചെയ്യായിരുന്നു, രക്ഷ നേടാമായിരുന്നു. അവളെ വേറെ ആരെയും മൈൻഡ് ചെയ്യാതെ അവൾക്ക് അവൾ തന്നെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൾ എന്ത് ചെയ്തു, ഷീ ചോസ്, അവൾ തിരഞ്ഞെടുത്തു ടു പ്രൊട്ടക്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ. എക്സ്പെഷ്യലി ആദ്യം പ്രധാനമായിട്ട് ആരെയാണ്, ചിൽഡ്രൻ, കുട്ടികളെയാണ് അവൾ ആദ്യം രക്ഷിച്ചത്. ഈവൻ വെൻ ഹർ ഓൺ ലൈഫ് വാസ് അറ്റ് റിസ്ക്. അവളുടെ ജീവിതം റിസ്ക് ആയെന്ന് മനസ്സിലായിട്ട് പോലും അതൊന്നും അവൾ കാര്യമാക്കാതെ കുട്ടികളെ, പിന്നുള്ള സ്ത്രീകളെ, പിന്നുള്ള പുരുഷന്മാരെ എല്ലാം അവൾ രക്ഷിച്ചു. ഹെർ ആക്ഷൻ ഷോഡ് ഡീപ്പ് കമ്പാഷൻസ് ആൻഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. തൻ്റെ ജോലിയോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സ്വന്തം ജീവിതം മാത്രം നോക്കാതെ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ നീരജ ബാനറ്റ്. ഷീ സാക്രിഫൈഡ് ഹെർ ലൈഫ് വൈൽ സേവിങ് അതേഴ്സ്. അവൾ അവളുടെ ജീവിതം സാക്രിഫൈ ചെയ്യുമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. പ്രൂവിങ് ഹെർ ഫിയർലെസ് സ്പിരിറ്റ് ആൻഡ് നോബൽ ക്യാരക്ടർ. നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും ഒരു പേടിയുമില്ലാതെ നല്ലൊരു നോബൽ ക്യാരക്ടറാണ് നമ്മുടെ നീരജ ബാനറ്റ്. നീരജാസ് ഹീറോയിസം കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ജനറേഷൻസ് ആൻഡ് റിമൈൻഡ്സ് അസ് ദാറ്റ് ട്രൂ കറേജ് ലൈസ് ഇൻ ദ സെൽഫ്ലെസ് സർവീസ്. എന്താണ്, വരും തലമുറകൾക്ക് ഒരു ബെറ്റർ എക്സാമ്പിൾ തന്നെയാണ് ആര്, നീരജ ബാനറ്റ്. ഇന്നത്തെ സമൂഹം എല്ലാവരും സ്വന്തം കാര്യം സിന്ദാബ എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇതേപോലൊരു ക്യാരക്ടർ ഫ്യൂച്ചർ ജനറേഷന് അനിവാര്യമാണ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീരജ ബാനറ്റ്. അടുത്ത ചോദ്യം നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രൊഫൈലാണ്. നമുക്ക് പ്രൊഫൈലിൻ്റെ കുറച്ച് ഹിൻറ്റുകൾ തരും. ആ ഹിൻറ്റിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 6 മാർക്കിനൊക്കെ ചോദിച്ചാൽ സിമ്പിളായിട്ടില്ല, 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കുറേ ഹിൻറ്റ് തരും, ഗീവൻ ഡേറ്റാസ് തരും. അതിൽ നിന്ന് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ശ്രീ കെ സച്ചിദാനന്ദൻ്റെ പ്രൊഫൈലാണ്. അപ്പം നമ്മൾ ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അവരുടെ പ്രൊഫൈലിൻ്റെ പേര്, അതായത് ആരെ പറ്റിയാണോ എഴുതുന്നത് അത് ക്യാച്ചി നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, വലുതായിട്ട് എഴുതുക. എന്നിട്ട് ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിൽ അവരും ജനിച്ച ഡേറ്റും ജനിച്ച വർഷവും മരിച്ച വർഷവും കൊടുക്കുക. ഇവിടെ നമ്മൾ മരിച്ച വർഷമൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, അയാൾ മരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ നമുക്ക് ആ ഒരു വർഷത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കാത്തത്. ഇൻ കേസ് നിങ്ങൾക്ക് നാളെ വേറെ ആരുടെയാണോ തരുന്നത് അവരുടെ ഹെഡിങ്, അവരുടെ പേര് കൊടുത്തിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ജനിച്ച വർഷം ഹൈഫൻ മരിച്ച വർഷം കൊടുക്കുക. അത് നല്ലൊരു പ്രൊഫൈലിൻ്റെ ഒരു നല്ലൊരു ഇതാണ്. ഇനി നമ്മൾ എഴുതുവാണ് കെ സച്ചിദാനന്ദൻ, born on 28 May 1946, ഈസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഇൻ്റലക്ച്വൽ. അതായത് അയാളൊരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്വിഷ്ഡ് അല്ലെങ്കിൽ ഫേമസ് എന്ന് കൊടുത്താലും മതി. ഇച്ചിരി കൂടെ 9ാം ക്ലാസ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ നല്ലൊരു ടേം തന്നെ, ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഇൻ്റലക്ച്വൽ. ഹീ ഈസ് ഫേമസ് ആസ്, അദ്ദേഹം എന്തിലൊക്കെയാണ് ഫേമസ്, പോയറ്റ്, ലിറ്റററി ക്രിറ്റിക്, അതൊക്കെ നമുക്ക് അതിൽ തന്നിട്ടുണ്ട്, പ്ലേ റൈറ്റ്, എഡിറ്റർ, കോളംനിസ്റ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ. പിന്നെ അദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ഹീ സ്റ്റഡീഡ് അറ്റ് മഹാരാജാസ് കോളേജ് എറണാകുളം.
പിന്നെ ഹിസ് മേജർ ജേണീസ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പോയട്രി, ക്രിറ്റിസിസം, ട്രാവലോഗ്, ട്രാൻസ്ലേഷൻ ആൻഡ് ഡ്രാമ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോട്ടബിൾ വർക്ക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് തന്നേക്കുന്നത്? അഞ്ച് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു പോയട്രിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടെ കൊടുത്തോണേ. അഞ്ച് സൂര്യൻ ബ്രാക്കറ്റിൽ പോയട്രി 1971 ആൻഡ് എന്താണ് ശക്തൻ തമ്പുരാൻ, അതൊരു 1 ആക്ട് പ്ലേ ആണ്, ഒരു എന്താണ് ഒരു നാടകമാണ്, 1 ആക്ട് പ്ലേ ആണ്. ഏത് വർഷമാണ്? 1983. പിന്നെ അദ്ദേഹത്തിന് കുറേ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഹി ഹാസ് റിസീവ്ഡ് സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ്. പ്രസ്റ്റീജിയസ് മീൻസ് എന്താണ്? വിലമതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേട്ടോ. പ്രസ്റ്റീജിയസ് അവാർഡ്സ് സച്ച് ആസ് എന്തൊക്കെയാണ്? ദ സാഹിത്യ അക്കാഡമി അവാർഡ്, കേരള സാഹിത്യ അക്കാഡമി അവാർഡ് ആൻഡ് ഗംഗാധർ മെഹർ അവാർഡ്. ഞാനിവിടെ പ്രസ്റ്റീജിയസ് എഴുതിയിരിക്കുന്നത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളത് PRESTICIOUS ആട്ടോ. ഞാനവിടെ G എഴുതി പോയേക്കുന്നത്, സോറി, G മാറ്റി അവിടെ C ആക്കിക്കോണം കേട്ടോ. ഹിസ് കോൺട്രിബ്യൂഷൻ ഹാവ് എൻറിച്ച്ഡ് മലയാളം ലിറ്ററേച്ചർ ഇമ്മീൻസ്ലി. അദ്ദേഹം ഒരുപാട് വർക്കുകൾ നമ്മുടെ മലയാളം ഇതിലും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ നിങ്ങൾക്ക് ഇനിയും പാടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത 11ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഡിറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? എഡിറ്റിംഗ്. 4 മാർക്കിൻ്റെ എഡിറ്റിംഗ് ആണ്. കാര്യം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ. 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്ന് അറിയാം. അപ്പം നമുക്ക് 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നോക്കിയേ, എഡിറ്റ് ദ പാസേജ് ഗീവൺ ബിലോ. തന്നിരിക്കുന്ന പാസേജ് നോക്കുക. ദ ഇറേഴ്സ് ആർ ഗീവൺ ഇൻ ഇറ്റാലിക്സ്. നമുക്കൊരു ഇറ്റാലിക്സ് ലെറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഇറർ അതിൽ നിന്ന് കണ്ടെത്തുക. നോക്കിക്കേ, വി വെൻറ്റ് അപ്പ് ആൻഡ് മീറ്റ്. കണ്ടോ, അവിടെ മീറ്റ് എന്നുള്ളതാണ് തെറ്റ്. ഞാൻ ആദ്യം ആ ഒരു പാരഗ്രാഫ് ഫുള്ള് വായിച്ചിട്ട് അതിൻ്റെ തെറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വി വെൻറ്റ് അപ്പ് ആൻഡ് മീറ്റ് EL പൗലോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് Promotion Council. He lived on Mira Road, where is a suburb of Mumbai. He had been dealt with the Dabbawalas for 10 years. നോക്കിക്കേ, വി വെൻ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. വെൻ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ആ സെൻറ്റൻസ് എന്താണ്? ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസ്റ്റിനകത്ത് ഒരിക്കലും കൊണ്ടുവന്ന് നമുക്ക് മീറ്റ് എന്ന് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ മീറ്റ് എന്നുള്ളത് മാറ്റി അവിടെ എന്താക്കുക? MET, MET. കാരണം എന്താണ്? ദിസ് സെൻറ്റൻസ് ഈസ് ഇൻ പാസ്റ്റ് സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസ് എന്തിലാണ് എഴുതിയിരിക്കുന്നത്? പാസ്റ്റ് സെൻറ്റൻസ് ആണ്. സോ ദ വെർബ് മസ്റ്റ് ഓൾസോ ബി ഇൻ പാസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ വെർബ് അവിടെ എന്തായിട്ടാണ് എഴുതേണ്ടത്? പാസ്റ്റ് സെൻറ്റൻസിൽ തന്നെയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് മീറ്റ് മാറ്റി അവിടെ എന്താക്കുക? MET ആക്കുക. പിന്നെന്താണ്? EL പൗലോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അവിടെ ഏത് ഓഫാണ് വരേണ്ടത്? OF എന്നുള്ള ഓഫാണ് അവിടെ വരേണ്ടത്. അവിടുത്തെ പ്രിപ്പോസിഷൻ OFF അല്ല വരേണ്ടത്. അവിടെ പ്രിപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവിടെ എന്താണ്? OF എന്നുള്ള ഓഫാണ് വരേണ്ടത്. ദ കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ്ഡ് വിത്ത് ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഈസ്, അവിടെ എന്താണ്? ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ ടെക്സ്റ്റൈൽസ്. അതപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന OF ഓഫാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി 3ാമത്തെ വരി എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹി ലീവ്ഡ് ഓൺ മിറ റോഡ് വെയർ ഈസ് എ സബേൺ ഓഫ് മുംബൈ. അവിടെ വേർ ആണ് ചോദിച്ചിരിക്കുന്നത്. വേർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ലൊക്കേഷനൊക്കെ വേണ്ടി തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വിച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് വിച്ച്? കാരണം വെച്ചാൽ ദ ക്ലോസ് എക്സ്പ്ലെയിൻസ് മിറ റോഡ്. മിറ റോഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് നെയിം ആണ്, ഒരു നൗൺ ആണ് അത് കേട്ടോ. അവിടെ ആസ് എ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട. സോ എ റിലേറ്റീവ് പ്രോണോൺ വിച്ച് ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ആ വേറിന് പകരം അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വിച്ച് ആണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ ദ ക്ലോസ് എക്സ്പ്ലെയിൻസ് മിറ റോഡ് എ പ്ലേസ് നെയിം ആസ് എ നൗൺ, സോ എ റിലേറ്റീവ് പ്രോണോൺ വിച്ച് ഈസ് കറക്റ്റ്. ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ സഹിതം നമ്മുടെ ആൻസർ കീക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. അത് അവിടെ നിങ്ങൾക്ക് എക്സാമിന് അത് അവിടെ ഒന്നും എഴുതണ്ട, ജസ്റ്റ് അത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് അതും കൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് സെൻറ്റൻസ്, ഹി ഹാഡ് ബീൻ ഡെൽറ്റ് വിത്ത് ദ ദബ്ബാവാലാസ് ഫോർ 10 years. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാഡ് ബീൻ കണ്ടോ? ഹാഡ് ബീൻ അവിടെ വന്നിരിക്കുന്നതെങ്കിൽ അത് എന്ത് തരം സെൻറ്റൻസ് ആയിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഹാഡ് ബീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം അവിടെ എന്താണത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസിനകത്ത് നമുക്ക് ഡെൽറ്റ് അല്ല അവിടെ വരേണ്ടത്. ഡെൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചേർക്കാൻ പറ്റത്തില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നാൽ ആ സെൻറ്റൻസിൻ്റെ കൂടെ ഹാഡ് ബീൻ്റെ കൂടെ എപ്പോഴും ING ചേർത്തിരിക്കണം. എന്ത് ചേർത്തിരിക്കണം? ING. അപ്പോൾ ദ സെൻറ്റൻസ് ഈസ് ഇൻ
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടുത്തെ വെർബ് അവിടെ ഡെൽറ്റ അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഡെൽറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഡെൽറ്റിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഡീലിംഗ് ആണ്. അപ്പോൾ എങ്ങനെ വരും അവിടെ ആ സെൻറ്റൻസിൽ ഹാഡ് ബീൻ പ്ലസ് ഡെൽറ്റ് എന്ന് പറഞ്ഞ വെർബിൻ്റെ ING. ഡെൽറ്റ് എന്ന് പറഞ്ഞ വെർബിൻ്റെ ING എന്ന് പറഞ്ഞാൽ ഡീലിംഗ് ആണ്, DEALING. അപ്പോൾ അവിടെ ഹാഡ് ബീൻ വന്നിട്ടുണ്ടോ? ഹാഡ് ബീൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് തരം ടെൻസ് ആണത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെ വെർബിൻ്റെ കൂടെ ING ചേർത്തിരിക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഹാഡ് ബീൻ ഡീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ 4 മാർക്ക് സൂപ്പറായിട്ട് സ്കോർ ചെയ്യാം. ഒന്നാമത്തെ ആൻസർ MET, മെറ്റ്. രണ്ടാമത്തെ ആൻസർ OF, മൂന്നാമത്തെ വേറല്ല, വേറിന് പകരം എന്താണ്? റിലേറ്റീവ് പ്രോണോൺ ആയ വിച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്, WHICH. നാലാമത്തത് എന്താണ്? ഡെൽറ്റ് അല്ല, അവിടെ ഹാഡ് ബീൻ വന്നതുകൊണ്ട് തന്നെ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വെർബിൻ്റെ കൂടെ ING ചേർത്ത് ഹാഡ് ബീൻ ഡീലിംഗ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. എന്താണ്? ഞാനൊരു കോൺവെർസേഷൻ തന്നിരിക്കുകയാണ്. ആ കോൺവെർസേഷൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് തയ്യാറാക്കുക. നോക്കിയാൽ 2 സെൻറ്റൻസ് തരും നമുക്ക്. 2 പേരുടെ കോൺവെർസേഷനാണ്. ഫ്ലൈറ്റ് സ്റ്റീവേർഡ് പറയുകയാണ്, പ്ലീസ് പുട്ട് ഓൺ യുവർ സീറ്റ് ബെൽറ്റ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അപ്പം നറേറ്റർ പറയുകയാണ്, ഐ ഹാവ് ഓൾറെഡി ഫാസ്റ്റൻഡ് ഇറ്റ്. ഞാനത് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ എന്ത് ചെയ്തിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് എന്താണ്? റിക്വസ്റ്റ് ചെയ്യുവാണ്, ചേട്ടാ ദയവ് ചെയ്ത് അതൊന്ന് എന്ത് ചെയ്യുക, പ്ലീസ് ആക്കണ്ടോ. പ്ലീസ് എന്നുണ്ട് എന്താ, ദയവ് ചെയ്ത് നീ ആ ഒരു സീറ്റ് ബെൽറ്റ് ഇടണേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ദ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് സെഡ് ദാറ്റ് എന്നൊന്നും എഴുതരുത്, അവിടെ റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ദ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് റിക്വസ്റ്റഡ്. കണ്ടോ? ദ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് റിക്വസ്റ്റഡ്. ആരോടാണ് റിക്വസ്റ്റ് ചെയ്തത്? ദ നറേറ്റർ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ടു പുട്ട് ഓൺ ദ സീറ്റ് ബെൽറ്റ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞത് ഒരു ഫ്രേസൽ വെർബാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ, ധരിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ? ദ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് റിക്വസ്റ്റഡ് ദ നറേറ്റർ ടു പുട്ട് ഓൺ ദ സീറ്റ് ബെൽറ്റ്. ദയവ് ചെയ്ത് നീ ആ സീറ്റ് ബെൽറ്റ് ധരിക്കൂ എന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റീവേർഡ് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് എഴുതുന്നത്? The flight steward requested the narrator to put on the seat എന്താണ്? ബെൽറ്റ്. അപ്പം നറേറ്റർ എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്? ദ നറേറ്റർ അവിടെ ആൻസർ കൊടുക്കുമല്ലേ. അപ്പോൾ ദ നറേറ്റർ റിപ്ലൈഡ് ദാറ്റ് എന്താണ്? അയാൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ എന്താണ്? അയാൾ, അപ്പോൾ അവൻ എന്ന് പറയണം. അപ്പോൾ എന്താണ്? ഐ എന്നല്ല അവിടെ കൊടുക്കേണ്ട, ഐക്ക് പകരം എന്താണ്? ഐ എന്നുള്ളതിൻ്റെ നമ്മുടെ പറയത്തില്ലേ തേർഡ് പേഴ്സൺ ആവണം. അപ്പോൾ എന്താ? ഹീ കൊടുക്കണം. അപ്പോൾ എന്താ? ഹീ ഹാഡ് ഓൾറെഡി ഫാസ്റ്റൻഡ് ഇറ്റ്. ദ നറേറ്റർ റിപ്ലൈഡ് ദാറ്റ് എന്താണ്? ഹീ ഹാഡ് ഓൾറെഡി ഫാസ്റ്റൻഡ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് അതും നല്ല സിമ്പിളായിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം 80 മാർക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ തന്നിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫൊക്കെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് നമ്മൾ നന്നായിട്ട് വായിച്ച് അതെന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കണം. പിന്നെ രണ്ടാമത് നമുക്ക് ചിലപ്പോൾ ഒരു പോയം ആയിരിക്കാൻ തരുന്നത്. ആ പോയത്തിൽ നിന്ന് റൈം സ്കീമൊക്കെ ചോദിക്കാം. റൈം സ്കീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരേപോലെ വരുന്ന വാക്കുകൾ നോക്കുക. റൈമിംഗ് വേർഡ് പോലെ തന്നെയാണ് റൈം സ്കീം. പക്ഷെ അവിടെ വരുന്നത് AABBCC എന്നൊക്കെ ഉള്ളൊരു മെത്തേഡാണ് റൈം സ്കീം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രാഫൊക്കെ തന്നിട്ട് അല്ലേ, അങ്ങനെ ഗ്രാഫിൽ നിന്നൊക്കെ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഡിസ്കോഴ്സസുകൾ കുറച്ചൊക്കെ തന്നു. കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, പിന്നെന്താണ് നോട്ടീസ് വന്നിട്ടുണ്ട്, പിന്നെ ലെറ്റർ വന്നിട്ടുണ്ട്, പിന്നെന്താണ് പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലേ, പിന്നെ ക്യാരക്ടർ സ്കെച്ച് വന്നിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ. പിന്നെ എന്താ ഗ്രാമർ പോർഷനിൽ നിന്ന് എഡിറ്റിങ്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ. പിന്നെന്തായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ തന്നിട്ടുണ്ട്. കോൺവെർസേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പിന്നെ അപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്രീസിയേഷൻ സക്സസ് നോക്കിക്കോണം. സക്സസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് മിക്കവാറും ചാൻസ് വാക്കലോണാണ്. അതുകൊണ്ട് ഞാൻ വാക്കലോണിൻ്റെ തന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.